കുഞ്ഞിപ്പണി ഇവിടെ മൊത്തം അലമ്പുണ്ടാക്കും കേട്ടോ. കുഞ്ഞിപ്പണി നിലത്ത് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു പേപ്പർ ഇട്ടിട്ട് വായ ഇടുക. അത് ഞാൻ വഴക്ക് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പോ ഉണ്ടല്ലോ നോയമ്പിലാട്ടോ. 50 നോമ്പിൽ നീ 10 നോമ്പ് എടുക്കുന്നില്ല. അതെ കൂട്ടുകാരെ, ഞാൻ അങ്ങനെ നോമ്പാണ്. നോമ്പാണല്ല നീ, ഞാൻ നോമ്പ് നോക്കുവാണ്. 10 ദിവസം ഷാർപ്പ് 10 ദിവസം ഞാൻ നോക്കും. 6 ദിവസം കഴിയുമ്പോ ഈസ്റ്റർ, പിന്നെ നീ 10 ദിവസം എങ്ങനെ പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ 10 ദിവസം ആക്കി മതി. കണ്ടോ ഇവൻ എന്താ പറയുന്നേ നോക്ക്. 10 ദിവസം നോമ്പാണ് ശരിക്കും നോക്കണം. പക്ഷെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ ഓശാന ഞായറാഴ്ച വിട്ട് അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ വരെ ഞാൻ നോമ്പാട്ട് കൂട്ടുകാരെ. അപ്പൊ ഞാൻ നാളെ ചിക്കൻ കഴിക്കത്തില്ല, മീൻ കഴിക്കത്തില്ല, നമ്മുടെ അച്ചാറുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അച്ചാറുകൾ ചിക്കൻ അച്ചാറും മീനച്ചാറും ബീഫ് അച്ചാറൊക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ അച്ചാറുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ മാങ്ങാച്ചാറും മാങ്ങാച്ചാറും കൂട്ടി ചോറ് കൊടുന്നു കേട്ടോ. മാങ്ങാച്ചാറും പപ്പടം അതും കൂടി ചോറ് കൊണ്ടുവന്നേ. മാങ്ങാച്ചമ്മന്തി ഉണ്ട് കേട്ടോ. പപ്പടം പറഞ്ഞു. അപ്പൊ ഇത്രയും കൂട്ടിയാണ് കൂട്ടുകാർ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പൊ നോമ്പിലാണ് ശരിക്കും പറഞ്ഞാല് എന്താണ് കുഞ്ഞിനെ വഴക്ക് പറയാനൊന്നും പറ്റത്തില്ല എനിക്കിപ്പോ. അത് ഇവിടെ അമ്മാതിരി പരിപാടികളെ കാണിച്ചിട്ടുള്ള വഴക്ക് പറയുക. അല്ലെങ്കിൽ അമ്മാതിരി പരിപാടിയൊന്നും അല്ല കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത്. ഞാൻ പാവല്ലേ, ഞാൻ അങ്ങനെ കുഞ്ഞിപ്പെണ്ണപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ. വിക്രസ് ഒപ്പിച്ചോണ്ടിരിക്കുക. അവളെടുത്ത് മടി വെക്കണം. ഞാൻ കുഞ്ഞിപ്പെണ്ണ് എന്ത് കിട്ടിയാലും വായി പറക്കില്ല. അതുകൊണ്ട് എപ്പോഴും കുഞ്ഞിപ്പെണ്ണിന്റെ മേത്തൊരു കണ്ണ് വേണം കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണ് ഇന്ന് കാലയിൽ എന്തോ കടിക്കുകയും ചെയ്തു. എന്തോ സാധനം കേട്ടോ. കണ്ടോ അതേപോലെ ഉണ്ടല്ലോ ഇപ്പൊ വിളിക്കുന്നത് ബേബിന്ന്. ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്താണെന്ന് എനിക്ക് നല്ല സംശയം കേട്ടോ. കൊച്ചിന്റെ ബേബി ആരാ? കൊച്ചിന്റെ ബേബി ആരാ? അപ്പയാഞ്ഞ ബേബി. അപ്പൈശ ബേബി. അപ്പൈശ ബേബി. ബേബി കൊഞ്ചു കേട്ടോ. അപ്പൊ കൂട്ടുകാരെ മമ്മി പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പഴംപൊരി മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഴംപൊരിയും ചായയും കുടിക്കാം കേട്ടോ. കുഞ്ഞിപ്പത്ത് അപ്പൊ പഴംപൊരി ചായയും കുടിക്കാൻ കൂട്ടുകാരെ. ജിങ്കണമണി പുട്ടാമണി മമ്മി മോളിക്കുട്ട 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 മോളിക്കുട്ട. സർപ്രൈസ് ഉണ്ട്. എന്താ? ഞാനൊരു ഉടുപ്പ് തയ്ച്ചു സ്കൈന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട്. പക്ഷെ അത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ. ബർത്ത്ഡേ കാണിച്ചാൽ മതി. കാണിക്കാൻ പറ്റുള്ളൂ. ബർത്ത്ഡേ കാണിക്കാൻ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന്റെ പൊന്നു ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് ഒരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട്. ബർത്ത്ഡേക്ക് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് പല്ലട ചടങ്ങൊന്നും നടത്തിയിട്ടില്ല. പിന്നെ നമ്മള് പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തേക്ക് കുഞ്ഞേച്ചി വരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അളിയനും കുഞ്ഞേച്ചിയൊക്കെ എത്തണമെന്ന് ആവശ്യമുണ്ട്. ഓ എന്ന് കേട്ടോ മനസ്സിലായോ? ഇവിടെ ഈശോന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. വലുത് നോക്കി അവൾ എടുത്തോ. ഏറ്റവും വലുതാണ് നോക്കി എടുത്തു നോക്ക്. ചായ വേണോ? എന്റെ കുഞ്ഞാ എന്താ ആനപ്പഴം പൊരിയോ? എന്റെ ഇവക്ക് വലുത് ഇവളെല്ലാം വലുത് നോക്കിയാട്ടോ. തുറന്നിട്ട് നോക്കുപോലും ചെയ്യണ്ടല്ലോ. ഇത്രയും വലിയ പഴംപൊരി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലേ? ആനപ്പന്നിയോ? നിങ്ങൾ കഴിച്ചോ? ഞാൻ കുഞ്ഞ് വേണ്ട. പൊന്നിന് ഇമോഷൻ ആയിട്ടോ. സങ്കടം സമ്മകണക്ക് രണ്ടെണ്ണം തിന്ന അവള്. കണ്ടോ കഴിഞ്ഞപ്പോണ്ടേ? എങ്ങനെയുണ്ട് പഴംപൊരി? ചൂടുണ്ടോ? മുരിഞ്ഞതാ ആണ്? ചായ എടുക്കാം. ചായ കുടിക്കാം. നമുക്ക് ചായക്ക് കഴിക്കാം. ഓക്കെ ഓക്കെ. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വെച്ചിട്ട് വരാം. ഇവിടെ ചായ കുടിക്കില്ല കേട്ടോ. അപ്പൊ ചായ ആവുന്നത് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ പഴംപൊരി എടുക്കും. സൂപ്പർ പഴംപൊരി കേട്ടോ. ഞങ്ങളുടെ ഇവിടെ കേട്ടോ. ഇവിടെ പഴംപൊരിയും തണുത്ത വാട്ടർ കേട്ടോ. തണുത്ത ഫ്രിഡ്ജിലെ വെള്ളം എടുത്തിട്ടാണ് ഇവിടെ കുടിക്കുന്നത്. പഴംപൊരിയും പച്ചവെള്ളവും നല്ല കോമ്പിനേഷനാണ്. ഒരാൾ നോക്കിയിരിക്കുന്നത് എന്റെ അപ്പനും അമ്മയും തന്നെയാണോ? കുഞ്ഞമ്മയുടെ പേടിച്ചിരിക്കാൻ തോന്നുന്നു എന്താ സംഭവം എന്ന് ഓർത്തിട്ട്. കഴിഞ്ഞപ്പാ പഴംപൊരി കഴിഞ്ഞോ അമ്മ? കുഞ്ഞാണ്ടി കഴിഞ്ഞോ? ആനോടി. അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടി കഴിഞ്ഞിട്ട് വേണം പപ്പ കുളിക്കാൻ പോയിക്കോണം.
അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ടിന്നിലേക്ക് അച്ചാറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ടിന്നിലേക്ക് നമുക്ക് സീൽ ചെയ്യാൻ ടിന്നിന്റെ കവർ വെച്ചിട്ട് നമുക്ക് മൊത്തം നമ്മുടെ ഈ ഫിലിം വെച്ചിട്ടുണ്ടാവും. ഈ ഫിലിം ഇങ്ങനെ മേലെ വെക്കൊന്നിട്ട് ഉരുക്കും. എന്നിട്ടൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ നാളത്തേക്ക് അയക്കാനുള്ളതൊക്കെ ഇപ്പൊ ഓർഡർ വരുന്നത് ഞാൻ ഇങ്ങനെ ആക്കി വെക്കും കേട്ടോ. അല്ല പെട്ടെന്ന് എല്ലാം കൂടി വരുമ്പോ നാളത്തേക്ക് നമുക്ക് ഓർഡർ വരുന്നത് പെട്ടെന്ന് അയക്കാൻ പറ്റിയില്ലെങ്കിലേ അതൊരു ബുദ്ധിമുട്ടാവൂലേ. അപ്പൊ നമ്മളിപ്പോ തന്നെ ചെയ്ത് വെക്കൂട്ടോ. അതുപോലെ കൂട്ടുകാരെ നമ്മുടെ ഹോം മെയ്ഡ് പിക്കിൾസ് നിങ്ങൾക്ക് വേണ്ടവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ okponmani.com കേട്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ മോളിക്കുട്ടം ഉണ്ടാക്കുന്ന പിക്കിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ വേണ്ടവര് ഓർഡർ ചെയ്തോ. പിന്നെ എന്റെ അമ്മ ഇതെന്താ ഇവിടെ ഈ കുഞ്ഞിപ്പണി ഇങ്ങനെയാണ് പരിപാടി കണ്ടോ. നമ്മൾ നോക്കി നിൽക്കണം ഇതിലൊക്കെയാണോ പോണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കൊലന്ന് ഒരു പഴം എടുത്തിട്ട് ഒരു പെണ്ണിന് കൊടുക്കാനാ ഞാൻ നിൽക്കാം. ഒരു വരെ പഴം പറഞ്ഞെന്ന് പൊന്നിന് ഒരു വരെ പഴം വേണമെന്ന് ഒരു കൊല വേണം നമുക്ക്. അവിടെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഓണിക്കൂട്ടാ. അങ്ങനെ വിട്ടാ ശരിയല്ല. ആ നല്ല പഴല്ലേ ഇത്. നമ്മുടെ പറഞ്ഞുണ്ടായോളല്ലേ നമ്മുടെ പറമ്പിൽ നല്ല വെള്ളമൊക്കെ ഒഴിച്ചുണ്ടാക്കി നമ്മൾ വളമൊന്നും ചേർക്കാണ്ട് വളമൊന്നും ഇടാണ്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയ പഴമാണ്. താങ്ക് യു. എന്നും വെള്ളം ഒഴിച്ച് നനച്ച്. എന്താ വേണ്ട ചക്ക വേണോ? മമ്മി ഒരു ചക്ക മാങ്ങ. അപ്പൊ കൂട്ടുകാരെ എന്റെ കയ്യിൽ പഴമുണ്ട് പഴംപൊരി ഉണ്ട്. പഴമുണ്ട് പഴംപൊരി ഉണ്ട്. അപ്പൊ രണ്ടും കുഞ്ഞിപ്പെണ്ണിനും കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു കേട്ടോ. കൊഞ്ചാകുമ്പോ പഴംപൊയ്യോ പഴോ ഇഞ്ചിന്റെ ഇപ്പൊ ഓ കണ്ടു അതിന് വിളിക്കുന്നത്. താങ്ക് യു അമ്മ. എവിടെ ഇരിക്കണമെന്നാ എനിക്ക് കാണാനൊക്കെ. മോളിക്കൂടെ ചക്കവർത്തൊക്കെ എവിടെയാ കൊണ്ട് പിടിക്കുന്നത്? പത്തായം ഉണ്ട് കേട്ടോ മോളിക്കൂടെ. മോളിക്കൂടെ പത്തായത്തിൽ കൊണ്ടുപോയിട്ട് എല്ലാം ഒളിപ്പിച്ച് വെക്കും, പാത്ത് വെക്കും. മമ്മി പത്തായത്തിന്റെ ചുണ്ടലി കേറാൻ നോക്കുന്നുണ്ട്. ചുണ്ടലി കേറാൻ നോക്കുന്നുണ്ട്. ചുണ്ടലി സാമ്പാർ വേസ്. ചുണ്ടല സാമ്പാർ വേസല്ല കുഞ്ഞു ചുണ്ടലി. എന്നാ കഴിച്ചോ? മോളിക്കൂടെ കഴിക്കും. ഞാൻ എവിടെയൊന്നും കഴിക്കാറുണ്ടെങ്കിൽ ഞാൻ എടുക്കാറില്ലല്ലോ അമ്മ ചക്കവർത്തൊന്നും. ഞാൻ മമ്മീന്റെ അച്ചാർ മാത്രം എടുക്കാറുള്ളൂ. ഇവിടെ ഭയങ്കര അച്ചാർ നോക്കി കേട്ടോ. നോക്കിയോ കണ്ടോ, അവക്ക് പഴം വേണ്ട പഴംപൊരി വേണം. അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ. നോക്കിയോട്ടോ മോളെ കളി. അത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ പഴം കൊളിപ്പിച്ച് ശരിയാണ് കൂട്ടുകാരെ. കണ്ടോ കുഞ്ഞിപ്പെണ്ണ് വിചാരിക്കും പഴംപൊരി തിന്നിരുന്നത്, പക്ഷെ അവളുടെ വായിലെത്തുമ്പോൾ പഴമായി മാറും. യമ്മ മാജിക് അല്ലേ. ഓ ചൂപ്പനാണില്ലേ പഴംപൊരി. കൊള്ളാന്ന്. അല്ലാതെ പഴം കൊടുത്ത കഴിക്കില്ല. കുഞ്ഞിപ്പെണ്ണ ഒന്നും കഴിക്കില്ല കൂട്ടുകാരെ. അതുകൊണ്ട് പൊന്നു എല്ലായിടത്തും തിന്നും. കുഞ്ഞിപ്പെണ്ണ ഒന്നും കഴിക്കാത്തതുകൊണ്ട് പൊന്നൂന് വയറെപ്പോഴും നിറഞ്ഞിരിക്കും. അത് ശരിയാ. പൊന്നു ശരിക്കും ഇപ്പൊ നല്ലോണം ഫുഡ് കഴിക്കുന്ന സമയം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ബ്രസ്റ്റ് പെയിൻക്ക് മുലപ്പാലാണല്ലേ കുടിക്കുന്നത്. എന്നാ ചിരിച്ച് എന്താ പറ ഇത് ചിരിച്ച് ഇവൻ എന്നെ ആക്കുന്നുണ്ടോ. എനിക്ക് പാൽ കൊടുക്കുന്ന എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടക്കിടക്ക് തിന്നും. അതിന് ഇവൻ കളിയാക്കുന്ന തന്നെ. ഞാൻ കളിയാക്കുന്നൊന്നും അല്ല കേട്ടോ. അങ്ങനെ കഴിക്കണം, നല്ലോണം ഫുഡ് കഴിക്കണം. അവിടെ രണ്ടുപേരും അവളോട് പോകണ്ടെന്ന് പറയാം. എന്റെ ചക്കവർത്തൊക്കെ ഇരിക്കുന്നതാണ്ടേ നമുക്ക് നൈസിൽ തോണ്ടി പറയട്ടെ അവളോട് ഫ്രണ്ടിൽ പോകണ്ട, നമുക്കതും കിട്ടൂലേ. രണ്ടുപേരും ഇപ്പൊ കൊതിട്ട് നിൽക്കുന്നുണ്ട്. തിന്നിട്ട് തരാട്ടോ. എഞ്ചപ്പാ ഇതൊക്കെ കൊച്ചു കൊച്ചു നോക്കിട്ട് ഓ ബാബു എന്നെ പറ്റി പറഞ്ഞിട്ട് നീ പഴംപൊരി നാലെണ്ണം തിന്നല്ലേ. ഞാൻ ഒറ്റ പഴംപൊരി ആയതുകൊണ്ട് ആ പഴംപൊരി ഇത്ര ആയിട്ടുള്ളൂ. എന്റെ പഴംപൊരി ഇത്ര ആയിട്ടുള്ളൂ. അതെന്താ എന്റെ കാണാതിരിക്കും ഇനി. ഇതൊക്കെ ആച്ച് ചെയ്തു. ഇതിനെയാണോടെ ഞാൻ കുളിപ്പിച്ചേ. അവനെ കുളിപ്പിച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെ ആച്ച് ചെയ്തു. റൈന കൊച്ചിനെ പേടിപ്പിച്ചോടി ബക്കാരി. ആനോ എന്റെ ഡിയോമേ ഓടി വരുന്നു. കൊച്ചിനെ ബക്കാരി ഞെട്ടിച്ചോ? ആ പഴം കൊടുത്ത് ബക്കാരി പഴം തിന്നുന്നുണ്ടോ? അവന് പഴമൊക്കെ ആട്ടോ ഭയങ്കര ഇഷ്ടം. കണ്ടോ പഴം കടിച്ചു തിന്നുന്നുണ്ടോ? പഴത്തൊരു കൊടുത്ത് അവൻ തിന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നി പശുവാണോ പട്ടിയാണോ തോന്നൂട്ടോ എനിക്ക്. അപ്പൊ പൊന്നു അച്ചാറിന് ഉടുപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പോകണട്ടോ. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇറക്കി വെക്കണം കേട്ടോ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടോ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ
ആൻഡ്രോയിഡ് പേപ്പർ ഉണ്ടല്ലേ? അപ്പൊ ആൻഡ്രോയിഡ് പേപ്പർ ഇറക്കി എന്റെ ദൈവമേ എവിടെയും കയറിയിരിക്കുന്നേ. അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാറിന്റെ പുതിയ ഉടുപ്പ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ തലവഴി ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആക്കും, എന്നാലാണ് ലൂസ് ആവാതിരിക്കുള്ളൂ, ലീക്ക് ആവാതിരിക്കുള്ളൂ. ലൂസ് ആവാണ്ടിരിക്കുള്ളൂ, അത് ലീക്ക് ആവാണ്ടിരിക്കുള്ളൂ. അപ്പൊ അവിടെ പുള്ളി അവിടെ അത് ഉടുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചാറിന്. ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ. കണ്ടോ, ഇനി ഇത് ലീക്കാവില്ല, എണ്ണയൊന്നും ലീക്കാവില്ല. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് അളപ്പ് അടച്ചിട്ടുണ്ട്. അതെ കൂട്ടുകാർ, ഇനി അപ്പൊ നിങ്ങൾ അച്ചാർ വാങ്ങിക്കും, നമ്മുടെ ഓക്കെ പെരുമണി അച്ചാറുകൾ വാങ്ങിക്കുമ്പോ നിങ്ങൾ വേണ്ടി ഇതിന് പൊട്ടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ കവർ. അപ്പൊ അങ്ങനെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഉടുപ്പിട്ട് കൊടുക്കട്ടെ എല്ലാ അച്ചാറിനും. അപ്പൊ കൂട്ടുകാർ, ഇനിയുള്ള അച്ചാറിനെല്ലാം ഞങ്ങൾ ഉടുപ്പിടാൻ വേണ്ടി പോട്ടെ കൂട്ടുകാരെ, അല്ലെ? അതെ, അതിന് അച്ചാറിന് ഉടുപ്പിടണം. അതേപോലെ ഇനി നാളത്തേക്ക് അയക്കാനുള്ളതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യണം. പിന്നെ കുറെ പേർക്ക് ട്രാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്, എവിടെ എത്തി എന്നുള്ളത്. അത് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കൂട്ടുകാരെ. അപ്പൊ അത്ര ഉള്ളൂ. മറ്റു വീഡിയോ നാളെ കാണാം.